സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അത് ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്നതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ GDP-യിലേക്ക് ഒരുപാട് മുതൽ കൂട്ടാകുന്നുണ്ട്. ലോകത്തിൽ മൂന്നാമത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പുകളുടെ ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ ഇന്ത്യ. 73 യൂണിക്കോൺ കമ്പനികളാണ് ഇന്ത്യയിലുള്ളത്. അതായത് $100 കോടി അധികം മൂല്യമുള്ള കമ്പനികളെയാണ് നമ്മൾ യൂണിക്കോൺ കമ്പനികൾ എന്ന് പറയുന്നത്. ഹുറൂൺ ഇന്ത്യ പുറത്തുവിട്ട പുതിയ ലിസ്റ്റ് പ്രകാരം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 5 യൂണിക്കോൺ കമ്പനികളെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ സെറോദയുടെ മൂല്യം ഏകദേശം $8.2 ബില്യൺ ആണ്. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സെറോദ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് മാർക്കറ്റുമായി പ്രവർത്തിക്കുന്നവർക്ക് അറിയുന്നതാണ്. നോ ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ്. ഏതായാലും നിതിൻ കാമത്തും നിഖിൽ കാമത്തും ബാംഗ്ലൂരിൽ തുടങ്ങി വെച്ച ഈ സ്റ്റാർട്ടപ്പ് തഴച്ച് വളരുകയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് റൈസർ പേ. ബിസിനസ് ഡിജിറ്റൽ പേയ്മെന്റ് സൊല്യൂഷനിൽ മുൻനിരയിലുള്ള റൈസർ പേ 2014 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഹർഷിൽ മാത്തൂറും ശശാങ്ക് കുമാറും. $7.5 ബില്യൺ ആണ് റൈസർ പേയുടെ മൂല്യം. മൂന്നാം സ്ഥാനത്തുള്ളത് 2010 പീയൂഷ് ബൻസാൽ ഗുരുഗ്രാം ആസ്ഥാനമായി സ്ഥാപിച്ച കന്നഡ ബ്രാൻഡായ ലെൻസ്കാർട്ട് ആണ്. അവരുടെ മൂല്യം ഏകദേശം $7.5 ബില്യൺ ആണ്. നാലാം സ്ഥാനത്തുള്ളത് ഗ്രോ ആപ്പ് ആണ്. ഗ്രോ ആപ്പ് നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫ്രീ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഗ്രോ ആപ്പ് ഹർഷ് ജെയിൻ, ഇഷാൻ ബൻസാൽ എന്നിവരെല്ലാം കൂടി ചേർന്ന് 2016 സ്ഥാപിച്ച ഒരു സ്റ്റാർട്ടപ്പാണ് ഗ്രോ. അവരുടെ മൂല്യം ഏകദേശം $7 ബില്യൺ ആണ്. അഞ്ചാം സ്ഥാനത്തുള്ളത് ക്വിക്ക് കൊമേഴ്സ് രംഗത്തെ അധികായന്മാരായ സെപ്റ്റോയാണ്. 2021 മാത്രം സ്ഥാപിതമായ സെപ്റ്റോ ഏകദേശം $5.9 ബില്യൺ ആണ് അവരുടെ ആസ്തി. സ്ഥാപിച്ചത് ആദിത്യ പാലിച്ചയും കൈവല്യ വോറയും കൂടി ചേർന്ന് നിർമ്മിച്ച സെപ്റ്റോ ക്യൂ കൊമേഴ്സ് രംഗത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി കൂടിയാണ്.